LDF ഘടകകക്ഷിയുടെ പരിപാടിയിൽ വന്ദേ മാതരം ആലപിച്ചു. പിണറായി വിജയൻ ഉദ്ഘാടകനായ വേദിയിലാണ് വന്ദേ മാതരം ആലപിച്ചത്. കോൺഗ്രസ് എസ് പുനഃസ്ഥാപന ദിനാഘോഷത്തിലാണ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം ആലപിച്ചത്. മഹേഷ് ജോൺ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. മഹേഷ്, നിലവിൽ വിവാദമായി എല്ലാവരും ഉയർത്തിക്കാട്ടുന്ന ആ ചരണങ്ങൾ ഒഴിവാക്കിയല്ലേ വന്ദേ മാതരം ആലപിച്ചിരിക്കുന്നത്? ഈ വന്ദേ മാതര ഗാനാലാപനം പലപ്പോഴും ഗവർണറുടെ, രാഷ്ട്രപതിയുടെ പരിപാടികളിലാണ് നിർബന്ധമായും പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിലും അത് സ്ഥിരമാകുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് തലസ്ഥാനത്ത്? കോൺഗ്രസ് എസിന്റെ പുനഃസ്ഥാപന ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ വന്ദേ മാതരം ആലപിച്ചു തുടങ്ങിയത്. ഇതിൽ മുഖ്യ അതിഥിയും ഉദ്ഘാടകനും പിണറായി വിജയനായിരുന്നു. അതുപോലെ തന്നെ കടന്നപ്പള്ളിയും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഈ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ വന്ദേ മാതരത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ 2 ചരണങ്ങൾ മാത്രമേ പാടിയുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ ഒരു ദേശീയ പ്രോട്ടോകോളിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 3 മിനിറ്റും 10 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന വന്ദേ മാതര ഗാനം പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളിലും അവതരിപ്പിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു പാർട്ടികളിൽ ഒന്ന് CPM ആണ്. ആ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ പരിപാടിക്കാണ് ഇപ്പോൾ ഈ വന്ദേ മാതരം ആലപിച്ചത്. അതിൽ പ്രധാനപ്പെട്ട നേതാവായ ആൾ കൂടി ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ പ്രധാനമായി ഈ എതിർപ്പ് ഉയരുന്നത് എവിടെയാണ്? വന്ദേ മാതരത്തിലെ അത് മതനിരപേക്ഷതയ്ക്ക് പ്രശ്നമെന്ന് തോന്നുന്ന ചില വരികൾ, അത് ഗാന്ധിജി തന്നെ ഇടപെട്ട് ഒഴിവാക്കിയ വരികൾ, അത് പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് വലിയ തോതിൽ വിമർശനം വന്നത്. അതല്ലാതെ വന്ദേ മാതരത്തോട് പൊതുവെ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് പാർട്ടികൾക്കൊന്നും തന്നെ ഇല്ലല്ലോ. മാത്രമല്ല, വന്ദേ മാതരത്തെ തങ്ങളുടേതാക്കി വയ്ക്കാനുള്ള ഒരു BJPയുടെ നയം കൂടി, അതിനെ കൂടി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ഇത്തരത്തിൽ എല്ലാവരും വന്ദേ മാതരത്തിലെ ആ ചരണങ്ങൾ ഒഴിവാക്കി ആ വന്ദേ മാതരത്തെ ഏറ്റെടുക്കുമ്പോൾ? തീർച്ചയായും ലക്ഷ്മി, അപ്പോഴും ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. നേരത്തെ ഈ പുതിയ സംസ്ഥാന സർക്കാരിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പൂർണ്ണമായി വന്ദേ മാതരം ആലപിച്ചിരുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത് CPM ആണ്. മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഒരു വലിയ വിവാദമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ വിവാദം ഉയർന്നു വന്നു. അത് പൂർണ്ണമായി ആലപിച്ചില്ല എന്ന് പറഞ്ഞ് സ്പീക്കറെ ഗവർണർ തന്റെ പ്രശ്നങ്ങൾ അറിയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കത്തയക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വേദിയിൽ വീണ്ടും ഈ ഗാനം വരുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ആ പാടിയ ആൾ അത് മുഴുവൻ പാടാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് കടന്നപ്പള്ളിയുടെ ഇടപെടലാണ് പകുതിയിൽ 2 ചരണത്തിൽ അവസാനിപ്പിച്ചതെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം. പ്രത്യേകിച്ച് പിണറായി അടക്കം നേരത്തെ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വിഷയത്തിൽ സ്വന്തം ഘടകകക്ഷിയിൽപ്പെട്ട ഒരാളുടെ പ്രധാനപ്പെട്ട വേദിയിൽ അത് പിണറായി തന്നെ ഇരിക്കുമ്പോൾ പാടുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട്. ലക്ഷ്മി, വന്ദേ മാതരം ആലപിക്കപ്പെട്ടിരിക്കുകയാണ് LDFന്റെ ഘടകകക്ഷിയുടെ കോൺഗ്രസ് എസിന്റെ പുനഃസ്ഥാപന ദിനത്തിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വാർത്തയായി എത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വന്ദേ മാതരം മുഴുവൻ ചരണങ്ങളും വായിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വിവാദവും ആരും തന്നെ ഏറ്റെടുക്കാത്ത കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടു.